വടക്കുംനാഥുകരയിൽ അദ്ദേഹത്തിൻ്റെ വീട്ടിലാണ് റിഷോയ് ഉള്ളത്. അവിടെ നിന്നുള്ള വിവരങ്ങളാണ് നൽകിയത്. അവിടെയുള്ള ആളുകൾ പറയുന്നു സലീം കുമാറിൻ്റെ ജീവിതത്തിൽ നിന്ന് അദ്ദേഹം പകർത്തിയെടുത്തതാണ് കോമഡികൾ എന്നൊക്കെ പറയുമ്പോൾ അദ്ദേഹം അനുഭവിച്ച ജീവിതത്തെ പറ്റി പറയുകയാണ്. ഇപ്പോൾ സംവിധായകൻ കമൽ അദ്ദേഹത്തെ കാണാനായി എത്തിയിരിക്കുകയാണ്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചു, ഗ്രാമഫോണിലേക്ക് കമൽ അദ്ദേഹത്തെ നിർബന്ധിച്ച് വിളിച്ചതാണ് എന്നുള്ള കാര്യം അദ്ദേഹം തന്നെ പറയുകയുണ്ടായിരുന്നു. അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം അവരുടെയൊക്കെ ജീവിതത്തിൽ എല്ലാമായിരുന്നു. ഒരു കാലഘട്ടം ഇവരൊക്കെ മാത്രമായിരുന്നു മലയാള സിനിമ. ആ ആളുകളൊക്കെയും ആ മുഖങ്ങളൊക്കെയും നമുക്ക് മുൻപിൽ മറയുകയാണ്. ഇടവേള ബാബു ഉൾപ്പെടെയുള്ള ആളുകൾ അവിടെ നമുക്ക് കാണാം. ഇടവേള ബാബു അമ്മയിൽ നിന്ന് ഇടവേള എടുക്കുമ്പോൾ ഇടവേള ബാബു ഇല്ലാതെ എന്തമ്മ എന്ന് ചോദിക്കുന്ന സലീം കുമാർ. അങ്ങനെ അദ്ദേഹത്തിന് നിറയെ വ്യക്തിബന്ധങ്ങളുണ്ടായിരുന്നു. ചിരിക്കുമ്പോൾ ചിരിക്കുകയും ഞാൻ കരയുമ്പോൾ എനിക്ക് കരച്ചിലിന് കൂട്ടായി നിൽക്കുകയും ചെയ്യുന്ന കൂട്ടുകാർ, സൗഹൃദങ്ങളാണ് എനിക്കുള്ളത്. അല്ലാത്തൊരു സുഹൃത്തും എനിക്കില്ല എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് അതിനപ്പുറത്തേക്ക് എന്ത് വേണം? ചുറ്റുമുള്ള ആളുകൾ തൻ്റെ കരച്ചിലും ചിരിക്കുമോ എന്നുള്ള ചോദ്യത്തിനുള്ള മറുപടിയായിരുന്നു സലീം കുമാർ അന്ന് നൽകിയത്.